അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആവിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കിസ്മിസ് ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ബോളായി വരുമ്പോഴേക്ക് എടുത്തു മാറ്റാം. ഇതിൻ്റെ കൂടെ താല്പര്യമെങ്കിൽ നട്ട്സും കൂടെ വറുത്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കിസ്മിസ് മാത്രമാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു 1/2 കപ്പിൽ താഴെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 3 ഏലയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും. ഇനി ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കിസ്മിസ് വറുത്ത നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ അടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. നന്നായിട്ട് അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആ മിക്സിയിലൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതേപോലെ ചെറിയ ബൗള് ഒന്ന് നെയ്യൊന്ന് പുരട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ബൗൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇഡലി തട്ടിൽ വേണമെങ്കിലും ഇതൊഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓരോ സ്പൂൺ വീതം ഈ ബൗളിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ അളവിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ചൂടായ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി ഞാൻ ഇതേപോലെ വലിയ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി ബൗളിലേതും കൂടെ വെച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബൗളിൽ നിന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ സ്പൂൺ വെച്ച് ഒന്ന് എടുത്താൽ മതി. പെട്ടെന്നത് ഇളകി കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.